വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ MVDക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഓട്ടോയുടെ ഫിറ്റ്നസിനായി ഏജന്റ് വഴിയല്ലാതെ നേരിട്ട് MVDയെ ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചെന്നാണ് മരണക്കുറിപ്പ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. സംഭവ സ്ഥലത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഫേസ്ബുക്കിൽ കുറിപ്പാക്കി എഴുതി വെച്ചുകൊണ്ടാണ് ഈ യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഈ കാണുന്നതാണ് ഓട്ടോറിക്ഷ. കഴിഞ്ഞ 10 മാസത്തോളമായി ഈ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിൽ അദ്ദേഹം കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അത് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിപ്പ് ഇട്ടിരിക്കുന്നത്. കീഴ്ശ്ശേരി സ്വദേശിയായ ഷൌക്കത്ത് ഇത്തരത്തിൽ ഒരു കുറിപ്പിട്ട് താൻ ആത്മഹത്യ ചെയ്യുകയാണ്. തനിക്ക് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും അത്തരത്തിലുള്ള പോരാട്ടം നടത്തണം എന്ന് പറയുന്നുണ്ട് ഓരോ ആളുകളും. കാരണം തനിക്ക് ബന്ധുക്കൾ ഒന്നും തന്നെ ഇല്ല, മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റ് ഭാര്യയോ മക്കളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, നാട്ടുകാരടക്കം നിങ്ങളെല്ലാവരും തനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഷൌക്കത്ത് ആത്മഹത്യ ചെയ്തത്. ആ ഓട്ടോറിക്ഷ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നാട്ടുകാരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? എത്ര കാലമായി ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഓഫീസിൽ കയറിയായിരുന്നു? അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കണ്ട് മനസ്സിലാക്കുന്ന സ്ഥിതിയിൽ കഴിഞ്ഞ 10 മാസമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളായി നിരന്തരം RTO ഓഫീസിൽ കൊണ്ടോട്ടി RTOയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏജന്റ് ഇല്ലാതെ അദ്ദേഹം നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ സമയത്താണ് അത് അനന്തമായി നീളുകയും ഫിറ്റ്നസ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിൽ മനംനൊന്താണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദുഃഖകരമായ കാര്യം തന്നെ. കാരണം പ്രത്യേകിച്ച് ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഒരു മാറ്റവും അതിനില്ല. വലിയൊരു ബുദ്ധിമുട്ട് തന്നെ സാധാരണക്കാർക്ക് ഇപ്പോഴും അനുഭവിക്കുന്നു. വലിയ പ്രയാസമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ടും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ ഒരു സ്റ്റേറ്റിനകത്ത് ജീവിച്ചു പോകുന്നത്. ആ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലാതെ ഒരു മനുഷ്യന്റെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമായി വകുപ്പിലെ ഉദ്യോഗസ്ഥരോ മാറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ജനകീയമായ ഭരണമല്ല, അത് ജനവിരുദ്ധവും ജനവിരുദ്ധ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കേരളത്തിലെ ഏത് ഓട്ടോറിക്ഷക്കാണ് നിങ്ങൾ എവിടെ പോയി പരിശോധിച്ചാലും ഇതൊരു അൾട്രേഷൻ എന്നോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനമെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ഒരു മനുഷ്യനും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ചിലപ്പോൾ നിയമത്തിന്റെ വാക്കുകളിൽ നിക്കിളിംഗ് അല്ലെങ്കിൽ സ്റ്റീൽ, അലുമിനിയം എന്നൊക്കെ എഴുതി വെച്ചതുകൊണ്ട് ഒരുപക്ഷെ നിയമവിരുദ്ധമാണ് എന്ന് വേണമെങ്കിൽ ഒരു ആക്ഷേപമായി പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുന്നിലുള്ള 2 വർഷം ഫിറ്റ്നസ് ലഭിച്ചതും ഇതേ ഓട്ടോറിക്ഷക്കാണ്. അന്ന് ഈ പറയുന്ന സാഹചര്യങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഈ ഓട്ടോയിലുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കാലത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു കാര്യം പറയാൻ കാരണം ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു കാരണവുമല്ല. ഏജന്റ് ഇല്ലാതെ ചെന്നു എന്നുള്ള കാരണമായിരിക്കണം, കൈക്കൂലി ലഭ്യമായില്ല എന്നുള്ള ഒരു സാഹചര്യമായിരിക്കണം ഈ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ 10 മാസത്തിന് ശേഷം കൊണ്ടോട്ടി RTOയിൽ പെർമിറ്റ് അനുവദിച്ച മുഴുവൻ ഓട്ടോറിക്ഷകളും പരിശോധിക്കട്ടെ. ഇതുപോലുള്ള പ്രയാസം അല്ലെങ്കിൽ ഇതുപോലെ നിക്ലിംഗ് ചെയ്ത ഒരു ഓട്ടോക്കും കൊടുത്തില്ല എന്നാണ് അവർക്ക് പറയാൻ കഴിയുന്നതെങ്കിൽ, ബോധ്യപ്പെടുത്താൻ കഴിയുന്നതെങ്കിൽ അവർ പറഞ്ഞാണ് ശരി, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷകൾക്കൊക്കെ സ്വാഭാവികമായും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതല്ല മാനദണ്ഡം. ഇവിടെ ആ സുഹൃത്ത് സൂചിപ്പിച്ചത് പോലെ ഏജന്റ് ഇല്ലാതെ ഞാൻ ചെന്നതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന ദുരവസ്ഥ ഉണ്ടായത്. ഈ കാര്യം 10 മാസമായി അദ്ദേഹം നിരന്തരമായി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ഒരു നിലക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഓടാത്തതുകൊണ്ട് EMI അടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു, സിബിൽ സ്കോർ താഴേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം. സിബിൽ സ്കോർ ഒക്കെ പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതവുമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ ഒരു നിലപാട് കൊണ്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം അവസാനം പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. സിസ്റ്റത്തിന്റെ പോരായ്മ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതായിരിക്കുകയാണ്. കാരണം പല തവണ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ്. കഴിഞ്ഞ 10 മാസത്തോളമായി ഇങ്ങനെ ഈ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങുന്നു. പക്ഷേ ഏജന്റ് ഇല്ലാത്തതിന്റെ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി നൽകിയില്ല എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. അത്തരത്തിൽ കൈക്കൂലി ലഭിക്കാത്തത് കൊണ്ട്, ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തത് കൊണ്ട് ഒരു ജീവൻ കൂടിയാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഭരണം മാറിയിട്ടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോഴുള്ള ഈ യുവാവിന്റെ ആത്മഹത്യ.